നമസ്കാരം. പാലക്കാടിന്റെ പല ഭാഗങ്ങളിലായി രാഹുലിനെ തടയുവാനായി ബി.ജെ.പി. പ്രവർത്തകർ തമ്പടിച്ചു കഴിഞ്ഞു. രാവിലെ 4 മണി മുതൽ അരയും തലയും മുറുക്കി ബി.ജെ.പി. പ്രവർത്തകർ സജ്ജമാണ്. എം.എൽ.എ. ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും ഒരു സംഘം എത്തി. സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരാണ് എം.എൽ.എ. ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഓഫീസിനു മുന്നിലെ മതിലിൽ രാഹുലിനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് പതിപ്പിച്ചിട്ടുള്ളത്. സ്ത്രീ പീഡന വീരനെ പാലക്കാടിന് വേണ്ട എന്ന തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ഇവരുടെ കയ്യിലുണ്ട്. വിവാഹം കഴിക്കുവാൻ നിർബന്ധിക്കരുത്, ഇത്ര നാളായി നമ്പർ ചോദിക്കുന്നു, 5 സ്റ്റാർ ഹോട്ടലുകളിൽ മുറിയെടുക്കാൻ തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ പോസ്റ്ററുകളാണ് ഓഫീസിനു മുന്നിലെ മതിലിൽ പതിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ IPLന്റെ ഒരു ബോർഡും ബി.ജെ.പി. പ്രവർത്തകർ സ്ഥാപിച്ചു. നിലവിൽ എം.എൽ.എ. ഓഫീസിനു മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എം.എൽ.എ. ഓഫീസ് താഴിട്ട് പൂട്ടാൻ ശ്രമിച്ചതോടെയാണ് ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ബി.ജെ.പി. പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എം.എൽ.എ. ഓഫീസ് ഉപരോധിച്ചതും താഴിട്ട് പൂട്ടുവാൻ ശ്രമിച്ചതും. രാഹുൽ ഇന്ന് പാലക്കാട് എത്തുമെന്ന പ്രചാരണത്തെ തുടർന്നായിരുന്നു ബി.ജെ.പി. പ്രതിഷേധം. സ്ത്രീ പീഡന വീരൻ പാലക്കാടിന് വേണ്ട, ഭ്രൂണഹത്യ, സ്ത്രീപീഡനം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുക തുടങ്ങിയ പോസ്റ്ററുകൾ ഉയർത്തിയായിരുന്നു ബി.ജെ.പി. പ്രവർത്തകരുടെ പ്രതിഷേധം. രാഹുൽ നിയമസഭയിൽ എത്തിയത് ഇടതുപക്ഷവുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്നും ബി.ജെ.പി. ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും പ്രതിഷേധക്കാർ പ്രതികരിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിക്ക് രാഹുൽ പാലക്കാട് കാലുകുത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും ഈ രാവിലെ 4 മണി മുതൽക്കേ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണെന്നും ഈ പ്രതിഷേധക്കാർ പ്രതികരിച്ചു. രാഹുൽ പാലക്കാട് എത്തിയാൽ മണ്ഡലത്തിൽ കാലുകുത്താൻ തങ്ങൾ സമ്മതിക്കില്ലെന്ന ബി.ജെ.പി. വനിതാ നേതാക്കളും ഒരേ സ്വരത്തിൽ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിൽ എത്തിയേക്കുമെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തുവന്നതാണ്. എന്നാൽ ഇതിന് സാധ്യതയില്ല എന്നാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് വരെ മണ്ഡലത്തിൽ തുടരാൻ തന്നെയാണ് സാധ്യത എന്നായിരുന്നു പുറത്തുവന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ തന്നെയാണ് ബി.ജെ.പിയുടെ നീക്കം. എം.എൽ.എ. എന്ന നിലയിൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ പ്രതിഷേധമുണ്ടാകുമെന്നാണ് ബി.ജെ.പിയും ഡിവൈഎഫ്ഐയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എം.എൽ.എ. ഓഫീസിലേക്ക് എത്തിയാലും പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണി മുതലാണ് എം.എൽ.എ. ഓഫീസ് പരിസരത്ത് ബി.ജെ.പി. പ്രവർത്തകർ തമ്പടിച്ചത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് എത്തിയേക്കില്ല എന്നാണ് വിവരം. നിയമസഭയിൽ എത്താത്ത രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാഹുൽ സജീവമാകണമെന്ന അഭിപ്രായത്തിലാണ് എ ഗ്രൂപ്പ് നേതാക്കൾ. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം മാത്രമാണ് രാഹുൽ സഭയിൽ എത്തിയത്. ഇതിനിടെ കഴിഞ്ഞ ദിവസം ശബരിമല ദർശനം നടത്തിയിരുന്നു. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വൻ സുരക്ഷയാണ് പാലക്കാട് മണ്ഡലത്തിൽ പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐയും ബി.ജെ.പിയും വനിതാ നേതാക്കളെ മുൻനിർത്തി പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ എത്തി ചില സ്വകാര്യ ചടങ്ങുകളിൽ ആദ്യം സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആലോചിക്കുന്നത്. എന്നാൽ രാഹുലിന്റെ വരവിനെ DCC നേതൃത്വം ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. രാഹുലിനെതിരെ തേർഡ് പാർട്ടി പരാതികൾ മാത്രമാണ് ഇപ്പോഴുള്ളത് എന്നതിനാൽ രാഹുൽ സഭയിൽ എത്തുന്നതിനും മണ്ഡലത്തിൽ സജീവമാകുന്നതിനും തടസ്സമില്ല എന്നതാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. വി.കെ. ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ പിന്തുണച്ച് പരസ്യമായി രംഗത്തെത്തിയിരുന്നു. രാഹുലിനെ മണ്ഡലത്തിൽ എത്തിച്ച പ്രവർത്തനങ്ങളിൽ സജീവമാക്കാൻ ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ളവർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് V.D. സതീശന്റെ ശക്തമായ എതിർപ്പ് മറികടന്ന രാഹുൽ സഭ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏറെ ചർച്ചയായി മാറുകയായിരുന്നു.